ഗണിതം മധുരം ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലിജി ടീച്ചർ വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ ഏരിയ പരപ്പിൻ്റെ അളവ് എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ്. പരപ്പളവ് കാണാൻ നമ്മൾ പഠിച്ചു അല്ലേ? നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ പരപ്പളവ് കിട്ടും. നമുക്ക് നീളവും വീതിയും തന്നു, പരപ്പളവ് കാണാൻ നമ്മൾ പഠിച്ചു. ഇനി നീളം മാത്രം ഡബിളായി ഇരട്ടിച്ചു, വീതി അത് തന്നെ എങ്കിൽ പരപ്പളവിന് എന്താണ് മാറ്റം വരിക? ഇനി നീളവും വീതിയും ഡബിളാക്കിയാലോ ഇരട്ടിച്ചാലോ അപ്പോൾ പരപ്പളവിന് എന്ത് മാറ്റം വരും? ഈ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ രസകരമായ ഒരു പ്രവർത്തനമാണ്. തന്നെയുമല്ല 6ാം ക്ലാസ്സിലെ വ്യാപ്തം എന്ന പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ പാഠഭാഗം പോകുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. തന്നെയുമല്ല USS പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കാണണ്ടേ? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 100-ലുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ടീച്ചർ വിശദമാക്കി തരാം. ഓക്കെ. ഒരു ചതുരത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററും വീതി 5 സെൻറ്റിമീറ്ററും ആയാൽ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? വീതി മാറ്റാതെ നീളം 12 സെൻറ്റിമീറ്റർ ആയി വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന ചതുരത്തിൻ്റെ പരപ്പളവ് ആദ്യ ചതുരത്തിൻ്റെ പരപ്പളവും തമ്മിലുള്ള ബന്ധമെന്ത്? ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ വിഡ്ത്ത് ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ്, ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? Without changing its width, if the length is increased to 12 centimeters, what would be the relation between the area of the new rectangle and the area of the original rectangle? അപ്പോൾ കൂട്ടുകാരെ, നമുക്കിനി ചോദ്യത്തെ ഒന്ന് കീറി മുറിച്ചിട്ട് അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ എഴുതാം. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ടീച്ചർ ഈ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലും വഴി എഴുതുന്നുണ്ട്. രണ്ടും കൂടെ വഴി എഴുതുമ്പോൾ ബോർഡിൽ സ്ഥലമില്ല. അതുകൊണ്ട് ലാസ്റ്റ് ആയപ്പോൾ ടീച്ചർ ഇംഗ്ലീഷ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മലയാളത്തിൻ്റെ വഴി ടീച്ചർ പറഞ്ഞു തരാം. അടുത്ത ചോദ്യം മുതൽ ടീച്ചർ ഇംഗ്ലീഷ് മാത്രമേ എഴുതാം, മലയാളം പറഞ്ഞു തരാം. അപ്പോൾ കൂട്ടുകാർ സന്തോഷമായില്ലേ? ഓക്കെ. നോക്കൂ, ആദ്യത്തത് ലെങ്ത്, നീളം, ചതുരത്തിന്റെ നീളം എന്ന് നിങ്ങൾ എഴുതിക്കോളൂ. ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ. അടുത്തത് ചതുരത്തിന്റെ വീതി, വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ 5 സെൻറ്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ, ചതുരത്തിന്റെ പരപ്പളവ്. അത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യാം? 6 × 5 = 30 സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഓക്കെ ആയല്ലോ? ഇപ്പം നമുക്കിതിൻ്റെ ഏരിയ കിട്ടി. നമ്മളത് അടിയിൽ വരച്ചിടാം. ഇനി പറയാണ് ചതുരത്തിൻ്റെ വീതിക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പം വീതി എന്ത് തന്നെയാണ് വരിക? 5 സെൻറ്റിമീറ്റർ തന്നെ വരും. പക്ഷെ നീളം 12 വർദ്ധിച്ചു. അപ്പൊ നോക്കുക, ഇൻക്രീസ്ഡ് ലെങ്ത്, വർദ്ധിച്ച നീളം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. 6 ആയിരുന്നു ആദ്യം, അതിൻ്റെ ഡബിളായി, ഇരട്ടിയായി അല്ലേ? ഇനി നോക്കൂ, ഏരിയ ഓഫ് ദ ന്യൂ റെക്ടാങ്കിൾ, പുതിയ ചതുരത്തിൻ്റെ പരപ്പളവ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടും കൂടെ എഴുതാട്ടോ. അപ്പൊ പുതിയ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ 12 × 5 = 60 സ്ക്വയർ സെൻറ്റിമീറ്റർ. പുതിയ ചതുരത്തിൻ്റെ നമുക്ക് കിട്ടി. പഴയ ചതുരത്തിൻ്റെ ഇവിടെ ഉണ്ട്. എന്നിട്ട് നോക്കുക, ഏരിയ ഓഫ് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ, അതൊന്നും കൂടെ ഇവിടെ എഴുതി വെക്കാം, 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഈ നോക്കൂ, അടുത്ത വഴി നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് 2 റെക്ടാങ്കിൾ, 2 ചതുരത്തിൻ്റെയും പരപ്പളവുകൾ തമ്മിലുള്ള ബന്ധം എന്ത്? നമുക്ക് നോക്കാം. ആദ്യത്തേത് 30 രണ്ടാമത്തേത് 60. എന്താ ഇവ തമ്മിലുള്ള ബന്ധം? 30ന്റെ ഇരട്ടിയാണ് 60 അല്ലേ? നോക്കൂ, 2 ടൈംസ് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ്, ആദ്യത്തേതിനേക്കാൾ 2 മടങ്ങ്. അതായത് ആദ്യത്തെ ചതുരത്തിൻ്റെ ഇരട്ടിയായിരിക്കും പുതിയ ചതുരത്തിൻ്റെ പരപ്പളവ്. നോക്കൂ, നീളം ഇവിടെ 6 എന്നുള്ളത് 2 മടങ്ങ് വർദ്ധിച്ചു. നീളത്തിൻ്റെ 2 മടങ്ങ് വർദ്ധിച്ചപ്പോൾ പരപ്പളവ് എന്തായി? ഇരട്ടിയായി. ഇനി അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം.
നീളം 10 സെൻറ്റിമീറ്ററും വീതി 8 സെൻറ്റിമീറ്ററും ഉള്ള ചതുരത്തിൽ നീളവും വീതിയും 2 മടങ്ങാക്കിയാൽ ലഭിക്കുന്ന ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? ഇത് ആദ്യ ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ എത്ര മടങ്ങാണ്? Length of rectangle is 10 centimeters and width 8 centimeters. If its length and width are doubled, what would be the area of the new rectangle? How many times the area of the original rectangle is the area of the new rectangle? നോക്കൂ, ഇത് തന്നെയാണ് ലെങ്ത്. ലെങ്ത് എത്ര സെന്റിമീറ്ററാ? 10 സെന്റിമീറ്റർ. വിഡ്ത്തോ 8 സെന്റിമീറ്റർ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഏരിയ പരപ്പളവ് 10 ഗുണിക്കണം 8 സമം 80 സ്ക്വയർ സെന്റിമീറ്റർ. നമുക്ക് ആദ്യത്തേതിൻ്റെ പരപ്പളവ് കിട്ടി. എന്നിട്ട് പറയാണ് നീളവും വീതിയും 2 മടങ്ങായാൽ, 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇരട്ടിക്കുക, ഡബിൾ ആവുക. ഇവിടെ നോക്കൂ, അപ്പൊ ഇൻക്രീസ്ഡ് ലെങ്ത് 10 എന്നുള്ളത് അതിൻ്റെ ഡബിൾ 2 മടങ്ങ്. അപ്പൊ 10 ഗുണിക്കണം 2 സമം 20 സെന്റിമീറ്റർ. അടുത്ത നോക്കൂ, ഇൻക്രീസ്ഡ് ലെങ്ത് അതായത് വർദ്ധിച്ച നീളം. അടുത്ത നോക്കൂ, ഇൻക്രീസ്ഡ് വിഡ്ത്ത് വർദ്ധിച്ച വീതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 8 ഗുണിക്കണം 2 സമം 16 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വഴി എഴുതാം. ഏരിയ ഓഫ് ദ ന്യൂ റെക്ടാങ്കിൾ, പുതിയ ചതുരത്തിന്റെ പരപ്പളവ് അതായത് നീളവും വീതിയും വർദ്ധിച്ചപ്പോഴുള്ള ചതുരത്തിന്റെ പരപ്പളവ്. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാ കിട്ടിയത്? 20 ഗുണിക്കണം 16. നമുക്കറിയാം ഇത് ഗുണിക്കാൻ വേണ്ടിയിട്ട് 16നെ 2 കൊണ്ട് ഗുണിക്കുക, അതായത് 16ന്റെ ഇരട്ടി കാണുക. 16 2 എത്രയാ? 32. പിന്നെ 0 ചേർത്ത് കൊടുക്കുക, 320 സ്ക്വയർ സെന്റിമീറ്റർ. ഇതാണ് പുതിയ ചതുരത്തിന്റെ പരപ്പളവ്. ഇനി ചോദിക്കുകയാണ് ഏരിയ ഓഫ് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ. നമുക്കറിയാം എത്രയാണ്? 80 സെന്റിമീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ. ഇനി നോക്കൂ, റിലേഷൻ ബിറ്റ്വീൻ ദ 2 റെക്ടാങ്കിൾസ്, 2 ചതുരങ്ങളുടെയും പരപ്പളവുകൾ തമ്മിലുള്ള ബന്ധം നോക്കൂ. ഇത് 80 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ഇത് 320 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് നോക്കാം, 320 ഹരിക്കണം 80. നമുക്ക് 320നെ 80 കൊണ്ട് ഹരിക്കാൻ നിങ്ങൾക്കറിയാം, ടീച്ചർ പറയേണ്ട ആവശ്യമില്ല. 80 4 320 പോവുക. 8 4 32 അല്ലേ? അപ്പോൾ 80 × 4 320. അപ്പൊ ഇവിടെ നോക്കൂ, എന്താണ്? 4 ടൈംസ്, 4 മടങ്ങ് വർദ്ധിച്ചു. ഇവിടെ 80 എന്നുള്ളത് അതിൻ്റെ 4 മടങ്ങ് വർദ്ധിച്ചു, പരപ്പളവ് പുതിയതിൻ്റെ അല്ലേ? നോക്കൂ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നീളം 2 മടങ്ങ് വർദ്ധിച്ചപ്പോൾ, നീളം ഡബിൾ ആയപ്പോൾ ഏരിയ ഡബിളായി, അതായത് പരപ്പളവ് 2 മടങ്ങായി. നീളവും വീതിയും 2 മടങ്ങായപ്പോൾ നീളം 2 മടങ്ങ്, വീതി 2 മടങ്ങ്, അപ്പൊ 4 മടങ്ങ് വർദ്ധിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ചതുരത്തിന്റെ പരപ്പളവ് 80 സ്ക്വയർ സെന്റിമീറ്റർ ആണ്, അതിന്റെ നീളവും വീതിയും ഡബിളായി, പുതിയ ചതുരത്തിന്റെ പരപ്പളവ് എത്ര? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, നീളവും വീതിയും ഒന്നും തന്നിട്ടില്ല. ഒരു ചതുരത്തിന്റെ പരപ്പളവ് തന്നു 80 സ്ക്വയർ സെന്റിമീറ്റർ, നീളവും വീതിയും ഡബിളായി കഴിഞ്ഞാൽ, ഡബിളായി വർദ്ധിച്ച് കിട്ടിയ പുതിയ ചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് നീളവും വേണ്ട, വീതിയും വേണ്ട, ഒന്നും വേണ്ട. കാരണം നീളവും വീതിയും ഡബിളായി, ആ ഒറ്റ ക്ലൂ മതി. അപ്പൊ ഡബിൾ ആകുമ്പോൾ 2 × 2 4 മടങ്ങ് വർദ്ധിക്കും. 4 ടൈംസ് ദ ഏരിയ. അപ്പൊ നോക്കൂ, എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 80നെ 4 കൊണ്ട് ഗുണിച്ച് 320 കണ്ടെത്താം. ഇനി ഒരു ചതുരത്തിന്റെ പരപ്പളവ് 60 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതിന്റെ നീളം മാത്രം ഇരട്ടിച്ചാൽ അതിന്റെ പുതിയ ചതുരത്തിന്റെ പരപ്പളവ് എത്ര? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 60നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 60 ഗുണിക്കുന്ന 2 120 സ്ക്വയർ സെന്റിമീറ്റർ ആണ് വരിക. മനസ്സിലായില്ലേ? അപ്പൊ നീളം മാത്രം വർദ്ധിച്ചാൽ 2 മടങ്ങ് വർദ്ധിക്കും, നീളവും വീതിയും വർദ്ധിച്ചാൽ 4 മടങ്ങ് വർദ്ധിക്കും. ഓക്കെ ആയോ? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 48 സെന്റിമീറ്ററും വീതി 9 സെന്റിമീറ്ററും ആണ്. ചതുരത്തിന്റെ പരപ്പളവ് എത്ര? പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 48 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് വിഡ്ത്ത് ഈസ് 9 സെന്റിമീറ്റേഴ്സ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. അടുത്തത്, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് 48 സെന്റിമീറ്റർ.
ഇനി അതിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 9 സെൻറ്റിമീറ്റർ എങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുക. ഇത് എപ്പോഴും കുട്ടികളെ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം. എന്താണ്? പെരിമീറ്റർ, ചുറ്റളവ് എത്രയാണ്? 48 സെൻറ്റിമീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് വിഡ്ത്ത്, വീതി എത്രയാണ്? 9 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചുറ്റളവ് തന്നാൽ നമുക്കറിയാം ഈ ചുറ്റിലുമുള്ള ഒരു ചതുരം ആണ്. ഈ ചതുരത്തിൻ്റെ 4 കൂടെ കൂട്ടിയാലാണ് 48 കിട്ടുക. അതിൽ ഇവിടെ 9 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ഇതും 9 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഈ 9 സെൻറ്റിമീറ്റർ കൂട്ടി ഇതും കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടി 48. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് ലെങ്ത് എത്ര എന്ന 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഇവിടെ 9 സെൻറ്റിമീറ്റർ, ഇവിടെ 9 സെൻറ്റിമീറ്റർ. അപ്പം ഈ 9 ആകെ എത്രയാ? 18. അപ്പം 48-ൽ നിന്ന് ഈ 18 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പം നമുക്ക് എത്രയാ വരിക? 30. ഈ 30 എന്ന് പറയുന്നത് 2 നീളം കൂട്ടിയതാണ്. അപ്പം 2 നീളം 30 ആയ ഒരു നീളം എത്ര വരും? 15 സെൻറ്റിമീറ്റർ ആണ് വരിക. ഇവിടെയും 15 സെൻറ്റിമീറ്റർ. ഈ രൂപത്തിൽ നമുക്ക് നീളം കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ചെയ്യേണ്ടത് 48 കണ്ടാൽ ഉടൻ നമ്മുടെ മനസ്സിലേക്ക് ഓടി അതിൻ്റെ പകുതിയാക്കുക. പകുതിയാക്കുമ്പോൾ എത്ര കിട്ടും? 24 സെൻറ്റിമീറ്റർ. അതായത് ലെങ്ത് പ്ലസ് വിഡ്ത്ത്, ഒരു നീളവും ഒരു വീതിയും കൂടെ കൂട്ടിയത് 24 സെൻറ്റിമീറ്റർ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ലെങ്ത് മാത്രം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 24-ൽ നിന്ന് 9 അങ്ങോട്ട് കുറയ്ക്കുക, 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണോ അത് നിങ്ങൾ സ്വീകരിച്ചോളൂ. അപ്പം 15 സെൻറ്റിമീറ്റർ കിട്ടി നീളം. ഇനി നോക്കൂ, ഏരിയ കാണാം. എന്താണ്? 9 സെൻറ്റിമീറ്റർ ആണ് വീതി. 9 ഗുണിക്കണം 15. നോക്കൂ, 15-നെ 9 കൊണ്ട് ഗുണിക്കണം. എളുപ്പത്തിൽ ഇവിടെ തന്നെ ഗുണിക്കാം. 9×5 45, 5 ശിഷ്ടം 4, ഒരു 9 4 13, 135 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് എല്ലാ മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. ചുറ്റളവ് തരും, നീളോ വീതിയോ ഏതെങ്കിലും ഒന്ന് തരും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പം സമചതുരാണ്. സമചതുരാണെങ്കിൽ ചുറ്റളവ് തരും, നീളവും തരില്ല, വീതിയും തരില്ല. അത് നിങ്ങൾ കണ്ടുപിടിച്ചോളണം. എളുപ്പമല്ലേ? 4 വശം കൂട്ടിയതാണ് അപ്പം കിട്ടുക. അപ്പം അതിൽ നിന്ന് നിങ്ങൾ നീളം കണ്ടുപിടിക്കുക. ഓക്കെ ആയില്ലേ? ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 40 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ചതുരത്തിൻ്റെ നീളവും വീതിയും ആകാവുന്ന എണ്ണൽ സംഖ്യാ വിലകൾ ഏതൊക്കെ? എ റെക്റ്റാങ്കിൾ ഓഫ് ഏരിയ 40 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഈസ് ടു ബി ഡ്രോൺ ആൻഡ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ഷുഡ് ബി നാച്ചുറൽ നമ്പേഴ്സ്. ഫൈൻഡ് ഓൾ പോസിബിലിറ്റീസ്. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ നീളവും വീതിയും ആകാവുന്ന എണ്ണൽ സംഖ്യകൾ ഏതൊക്കെ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ, അതായത് ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 40 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി നോക്കൂ, 40 ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത്. അപ്പം നിങ്ങൾ എഴുതാം, നീളത്തിൻ്റെയും വീതിയുടെയും ഗുണനഫലമാണ് എന്ത്? 40 എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ നമുക്കിങ്ങനെ എഴുതാം, പരപ്പളവ്, ലെങ്ത്ത് നീളം, വിഡ്ത്ത് വീതി. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ 40 നീളത്തിൻ്റെയും വീതിയുടെയും ഗുണനഫലമായ 40 കിട്ടണമെങ്കിൽ ഏതൊക്കെ എണ്ണൽ സംഖ്യകൾ പരസ്പരം ഗുണിക്കണം? നമുക്കറിയാം, 40 കണ്ടു കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് 1 ഗുണിക്കണം 40 അല്ലേ വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് 1 എടുക്കാം, ഇത് 40 എടുക്കാം. 1 ഗുണിക്കണം 40, 40 1. ഇനിയോ 2 ബന്ധമുണ്ടല്ലോ. 2 ഗുണിക്കണം 20 എത്രയാണ് വരിക? 40 വരിക. ഇനി ഏതാ വരിക? 4 ഗുണിക്കണം 10 എത്രയാ വരിക? 40. ഇനിയോ 5 ഗുണിക്കണം 8 എത്രയാണ്? അതും 40. ഇനിയുണ്ടോ? ഇനിയില്ലല്ലോ. ഇനിയുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ. അപ്പോൾ ഈ ഐഡിയ നമുക്കറിയാം, ഓരോ വീഡിയോ കാണുമ്പോഴും പുതിയ പുതിയ അറിവുകളാണ് കിട്ടുന്നത്. പല രീതികളിൽ നമ്മൾ ചിന്തിക്കാനാണ് പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ കൃത്യമായിട്ട് കണ്ട് ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക? ഒരു എക്സാമ്പിളൊക്കെ എഴുതിയിട്ട് സ്വന്തം കണ്ടുപിടിക്കുക. സ്വന്തമായിട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും. ഓക്കെ. ഇനി നോക്കൂ, വലിയ ചതുരങ്ങൾ, ലാർജ് സ്ക്വയേഴ്സ്. ഇവിടെ നോക്കാം, 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എന്താ വരിക?
നമ്മൾ 1 സെൻറ്റിമീറ്റർ പഠിച്ചു, ഒരു ചെറിയ യൂണിറ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ 1 മീറ്റർ ആണെങ്കിലോ എന്ത് ചെയ്യും? വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ലേ. എന്ത് ചെയ്യാം? 1 മീറ്റർ ഗുണിക്കണം 1 മീറ്റർ സമം 1 സ്ക്വയർ മീറ്റർ, അല്ലെങ്കിൽ 1 മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിലോ 1 ചാമി എന്ന് എഴുതാം, ചതുരശ്ര മീറ്റർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് ഒരു സംശയം ചോദിക്കട്ടെ, ഒരു ചതുരശ്ര മീറ്റർ എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? ഒരു ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നത് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 1 ചതുരശ്ര മീറ്റർ, അപ്പോൾ എന്ത് ചെയ്യും? 100 ഗുണിക്കണം 100, ഇത്രയുമാണ് വരിക അല്ലേ? അപ്പോൾ അത് എത്രയാ നോക്കൂ, 1 ഗുണിക്കണം 1 1 ഇനി ഇവിടെ 2 0, ഇവിടെയും 2 0. അപ്പം എത്ര ഇടണം? 4 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നോക്കൂ, ഒരു ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നത് 10,000 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അളവ് ചതുരശ്ര മീറ്ററിലേക്ക് മാറ്റാൻ പറയും. അപ്പം അതുകൊണ്ട് നോക്കൂ, ഒരു ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നത് 10,000 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് 10,000 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അതിനകത്ത് കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നമുക്കറിയാം, എല്ലാം കൂടെ ഈ വീഡിയോയിൽ ടീച്ചർ ഉൾപ്പെടുത്തുന്നില്ല. ഇതിന് ശേഷമുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ടീച്ചർ ഇടാം. ചിലപ്പോൾ അധികം ലെങ്ത് ഇല്ലെങ്കിൽ അടുത്ത ഒരു വീഡിയോയ്ക്കുള്ളിൽ ബാക്കിയുള്ള ചോദ്യങ്ങളുടെയൊക്കെ ആൻസർ ഇടാം. അതല്ല ലെങ്ത് ഒത്തിരി കൂടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, കുറേ നേരം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ, അതുകൊണ്ട് ടീച്ചർ ലെങ്ത് അനുസരിച്ച് 1 2 വീഡിയോ ആയിട്ട് ബാക്കി പ്രവർത്തനങ്ങളൊക്കെ ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കൂലല്ലോ. ഇന്നെടുത്ത പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യങ്ങളൊക്കെ വഴി എഴുതി ആൻസറൊക്കെ ചെയ്യുക. ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്നും കൂടെ വേറെ സംഖ്യകളൊക്കെ മാറ്റിയിട്ട് ചെയ്ത് പഠിക്കുക. അതേപോലെ നമുക്കറിയാം, ഇതെല്ലാം അടുത്ത കൊല്ലം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ കൊല്ലം മറന്നു പോകാതെ അടുത്ത കൊല്ലം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് അത് ഉറപ്പിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഇനിയും ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.